ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈനിക മേധാവികളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിൽ കൃത്യമായ ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ആണവ കേന്ദ്രം കത്തുന്നതിന്റെ ചില ദൃശ്യങ്ങൾ അത് വ്യാജമാണോ എന്നറിയില്ല. ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചോദിക്കുന്നത് ഇന്ത്യ അത്തരത്തിൽ ഇന്ത്യയെ ഈ ആണവ ആയുധം ഉപയോഗിച്ച് തീർക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ പാകിസ്ഥാന് ഇന്ത്യ അത് വെച്ച് തന്നെ മറുപടി കൊടുത്തോ? കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? ഈജിപ്ഷ്യന്റെ ബോറോൺ 10 എന്ന് പറയുന്ന ഒരു വിമാനം ഈ നൈൽ നദീ തീരത്തുള്ള മണ്ണ് ഈ അണുവികിരണം തടയാൻ ഉതകുന്ന തരത്തിലുള്ള മണ്ണാണ്. ആ മണ്ണുമായി ഒരു ഈജിപ്ഷ്യൻ വിമാനം ഇവിടെ പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. റഡാർ സംവിധാനങ്ങളിൽ അത് ലക്ഷ്യസ്ഥാനം പാകിസ്ഥാൻ എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു എനർജി ഈ വിമാനം അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ അണുവികിരണം സംഭവിക്കുമ്പോൾ വരുന്ന വിമാനങ്ങൾ ആണ് ഈ US-ൽ നിന്ന് ഈജിപ്തിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു അണുവികിരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് എന്താ പറയുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിന്ധു നദീജല കരാർ ഒരു തരത്തിലും ഇന്ത്യ റദ്ദാക്കിയതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും വെള്ളം തരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയോട് കാല് പിടിച്ച് കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ ചെയ്ത തെറ്റിനെല്ലാം ഞങ്ങൾക്ക് മാപ്പ് തരണം, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ ജനങ്ങൾ വെള്ളം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് മസൂദ് അസൂറിന് 1 കോടി രൂപ കൊടുക്കാനും പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു. കാരണം അയാളുടെ ഏകദേശം 14 കുടുംബാംഗങ്ങളെ ഇന്ത്യൻ സൈന്യം തീർത്തു. അതിന് മനോവിഷമത്തിലിരിക്കുന്ന മസൂദ് അസറിനെ കടമെടുത്ത IMF-ൽ നിന്ന് 10,000 കോടി കടമെടുത്തതിൽ നിന്ന് 1 കോടി രൂപ ഇയാൾക്ക് കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോഴും പഴയപടി തന്നെയാണ്.